Hello everyone, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയും. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് നോക്കാം. ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ്റെ വേറെ പേരാണ് യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് ഇമ്പൾസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഇമ്പൾസീവ് നേച്ചർ മീൻസ് ദ ആക്ഷൻ ഓഫ് വെരി ലാർജ് ഫോഴ്സസ് ഓവർ വെരി ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം. ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് നേച്ചർ എന്ന് പറയാം. അതായത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ, അതാണ് ഇമ്പൾസീവ് നേച്ചർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹാമർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം ആണി ചുറ്റി കൊണ്ട് അടിക്കുന്നത്, ഇതെല്ലാം എന്താണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഫോഴ്സാണ് അല്ലേ. നമ്മൾ പെട്ടെന്ന് ലാർജ് ഫോഴ്സ് നമ്മൾ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈമിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ ഇമ്പൾസീവ് നേച്ചർ എന്ന് പറയും. അപ്പോൾ ഒരു ഫോഴ്സിൻ്റെ ഇമ്പൾസ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ദി ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ് എഫ് ഓഫ് ടി ഓവർ എ ടൈം ഇൻ്റർവൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് കെ ഈസ് ഡിഫൈൻഡ് ടു ബി ദ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഫ്രം എ ടു എ പ്ലസ് കെ. അതായത് നമ്മളൊരു ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞു, നമ്മൾ എടുക്കുന്ന ടൈം ഇൻ്റർവൽ ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ എ പ്ലസ് കെ. അതായത് എ മുതൽ എ പ്ലസ് കെ വരെയുള്ള ഇൻ്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ് ആണ്. എഫ് ഓഫ് ടീൻ്റെ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ എഫ് ഓഫ് ടി ഡി ടി ആണ്. അപ്പോൾ ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫോഴ്സിൻ്റെ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ എ ടൈം ഇൻ്റർവൽ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ എഫ് ഓഫ് ടി ഡി ടി ആണ് ഇമ്പൾസ് ഓഫ് എ ഫോഴ്സ്. ഇനി ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. എഫ് കെ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 1/k ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് കെ, 0 അതർവൈസ്. അപ്പോൾ ഈ ഫംഗ്ഷൻ അല്ല ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എഫ് കെ ഓഫ് ടി മൈനസ് എ. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ടീൻ്റെ വാല്യൂ എ മുതൽ എ പ്ലസ് കെ വരെ ആവുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 1/k ആണ്. ബാക്കി എല്ലാ ഇൻ്റർവെല്ലിലും എ മുതൽ എ പ്ലസ് കെ വരെയുള്ള ഇൻ്റർവെല്ലിൽ മാത്രം എഫ് കെ ഓഫ് ടി മൈനസ് എൻ്റെ വാല്യൂ 1/k, ബാക്കി എല്ലായിടത്തും വാല്യൂ എത്രയാണ്, 0 ആണ്. ഇനി ഈ ഫംഗ്ഷൻ്റെ ഇമ്പൾസ് കണ്ടുപിടിക്കുക. ദ ഇമ്പൾസ് ഓഫ് എഫ് കെ ഓഫ് ടി മൈനസ് എ ഈസ് എന്താണ്, നമ്മൾ അതിന് ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് ഇമ്പൾസിനെ. അപ്പോൾ ഇമ്പൾസ് കാണാനുള്ള ഫോർമുല എഫ് കെ ഓഫ് ടി മൈനസ് എൻ്റെയാണ് നമ്മൾ ഇമ്പൾസ് എടുക്കേണ്ടത്. എഫ് കെ ഓഫ് ടി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, എ മുതൽ എ പ്ലസ് കെ വരെ 1/k, ബാക്കി എല്ലായിടത്തും 0 എന്ന് വെച്ചാൽ നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ഫുള്ളായിട്ട് നമുക്ക് ഇമ്പൾസീവ് എടുക്കാം. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി എഫ് കെ ഓഫ് ടി മൈനസ് എ ഡി ടി. 0 ടു ഇൻഫിനിറ്റിയിൽ ഫുള്ളായിട്ട് എന്തില്ല, എഫ് കെ ഓഫ് ടി മൈനസ് എ ഇല്ല. വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ഉള്ളൂ, എ മുതൽ എ പ്ലസ് കെ വരെ ഉള്ളൂ. അതാണ് നമ്മൾ ആദ്യം തന്നെ ഡെഫിനിഷനിൽ നമ്മൾ എഴുതിയത്, എ ടു എ പ്ലസ് കെ ആണ് ഇമ്പൾസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ബാക്കി എല്ലായിടത്തും 0 ആണ് അല്ലേ. എ മുതൽ എ പ്ലസ് കെ വരെ മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലായിടത്തും 0 ആണ്. സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റിനെ നമുക്ക് 3 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. 0 ടു എ ടു എ പ്ലസ് കെ ടു ഇൻഫിനിറ്റി. പക്ഷേ 0 ടു എയിലും എ പ്ലസ് കെ ടു ഇൻഫിനിറ്റിയിലും എഫ് കെ ഓഫ് ടി മൈനസ് എൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ എഫ് കെ ഓഫ് ടി മൈനസ് എ ഇൻറ്റു ഡി ടി, which is equal to integral a to a plus k എഫ് കെ ഓഫ് ടി മൈനസ് എൻ്റെ വാല്യൂ എത്രയാണ്, എ മുതൽ എ പ്ലസ് കെ ആകുമ്പോൾ എഫ് കെ ഓഫ് ടി മൈനസിൻ്റെ വാല്യൂ 1/k ആണ്. സോ എഫ് കെക്ക് പകരം 1/k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/k കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രേഷൻ എന്ന് വെളിയിലേക്ക് എടുക്കാം. സോ 1/k ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി എന്നാവും. ഇൻ്റഗ്രൽ ഡി ടിൻ്റെ വാല്യൂ ടി, ലിമിറ്റ് എ ടു എ പ്ലസ് കെ. ഇനി ഈ ടിക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1/k ഇൻറ്റു അപ്പർ ലിമിറ്റ് എ പ്ലസ് കെ മൈനസ് ലോവർ ലിമിറ്റ് എയും മൈനസ് എയും ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് 1/k ഇൻറ്റു കെ വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എഫ് കെ ഓഫ് ടി മൈനസ് എൻ്റെ ഇമ്പൾസ് നമുക്ക് കിട്ടിയ എത്രയാണെന്ന്, 1 ആണെന്ന് അല്ലേ. ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പഠിച്ച യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനിലോട്ട് ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്താണ് വരിക, നമ്മുടെ എയിം എന്ന് പറയുന്നത് ഈ എഫ് കെ ഓഫ് ടി മൈനസ് എൻ്റെ ലിമിറ്റാണ്. അതിനാണ് നമ്മൾ ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ നിൽക്കുക. നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഡിറാക്സ്, പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് വെക്കുകയാണ്.
അപ്പോൾ ഇമ്പൾസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എത്രയാണ് 1 ആണെന്ന് കിട്ടി. ഇനി എഫ് കെ ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? പീസ് വൈസ് ആയിട്ടാണ്. എ മുതൽ എ പ്ലസ് കെ വരെ 1/k, ബാക്കി എല്ലായിടത്തും 0 എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ പീസ് വൈസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് എന്തിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസിന്റെ കേസിലോട്ട് മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എഫ് കെ ഓഫ് ടി മൈനസ് എനെ നമുക്ക് എങ്ങനെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു 1/k കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1/k ഇൻറ്റു എങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്? 2 ഇന്റർവൽ എടുക്കുക. യു ഓഫ് ടി മൈനസ് എ ആണ് ഫസ്റ്റ് എഴുതേണ്ടത്, മൈനസ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെ. അപ്പോൾ 1/k ആണ് ഇവിടുത്തെ വാല്യൂ, ഫംഗ്ഷന്റെ വാല്യൂ. സോ ഫംഗ്ഷന്റെ വാല്യൂ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെ എന്നാണ് എഴുതേണ്ടത്. സോ 1/k ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെ. ഇനി രണ്ട് സൈഡും ലാപ്ലേസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ ഓഫ് എഫ് കെ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 1/k കോൺസ്റ്റന്റ് ആണ്, നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് രണ്ട് സൈഡും എൽ അപ്ലൈ ചെയ്താൽ എൽ ഓഫ് 1/k ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ മൈനസ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെ എന്ന് വരും. 1/k കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1/k വെളിയിലേക്ക് എടുക്കാം. സോ 1/k പുറത്തെടുത്താൽ ബാക്കിയുള്ളത് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ മൈനസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ പ്ലസ് കെ, വിച്ച് ഇസ് ഈക്വൽ ടു 1/k ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് ആണ്. സോ 1/k ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് മൈനസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ ആണ് ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ്. അപ്പോൾ യു ഓഫ് ടി മൈനസ് എക്ക് പകരം എ പ്ലസ് കെ ആണെങ്കിൽ ഇ റൈസ് ടു മൈനസ് എ പ്ലസ് കെ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ്. ഇനി രണ്ടെണ്ണത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ നമ്മൾ ഈ മോളിലുള്ള മൈനസ് ഓഫ് എ പ്ലസ് കെ ഇൻറ്റു എസ് എന്നുള്ളതിന് നമ്മളൊന്ന് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതാം. 1/k ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എസ് എന്നാവും. മുകളില് ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് കെ എസ് ഡിവൈഡഡ് ബൈ എസ്. ഇനി രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് എസ് ഉണ്ട്, അതുപോലെ ഇ റൈസ് ടു മൈനസ് എ എസും രണ്ടെണ്ണത്തിൽ കോമൺ ആണ്. സോ ഇതിന് വെളിയിലേക്ക് എടുക്കാം. ഇവിടെ ഒരു കെയും ഉണ്ട്. സോ ഇ റൈസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കെയും ഈ എസ് പുറത്തേക്ക് എടുത്ത കെ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ എസ് വെളിയിലെടുത്ത ബാക്കിയുള്ളത് ഇവിടെ 1 മൈനസ് ഇതിൽ ബാക്കിയുള്ളത് ഇ റൈസ് ടു മൈനസ് കെ എസ്. അപ്പോൾ എഫ് കെ ഓഫ് ടി മൈനസ് എന്റെ ലാപ്ലേസ് നമുക്ക് കിട്ടിയത് ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ കെ എസ് ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ എസ് എന്നാണ്. ഇനി ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ ഓർ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. ഡിറാക്സ് ഡെൽറ്റ എന്നാണ്. സോ ഡെൽറ്റ ഓഫ് ടി മൈനസ് എ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലിമിറ്റ് കെ ടെൻസ് ടു 0 എഫ് കെ ഓഫ് ടി മൈനസ് എ. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ എഫ് കെ ഓഫ് ടി മൈനസ് എയിൽ ലിമിറ്റ് കെ ടെൻസ് ടു 0 കൊടുത്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ടു 0 എഫ് കെ ഓഫ് ടി മൈനസ് എ, വേർ എഫ് കെ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 1/k for a less than or equal to t less than or equal to a plus k and 0 otherwise. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി നമ്മൾ ഏതൊരു ഫംഗ്ഷൻ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്താലും അതിന്റെ എന്ത് കണ്ടുപിടിക്കും? ലാപ്ലേസ് നമ്മൾ കണ്ടുപിടിക്കും. എഫ് കെ ഓഫ് ടി മൈനസ് എന്റെ ലാപ്ലേസ് ആണ് കിട്ടിയത് ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ കെ എസ് ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ എസ്. ഇനി ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ ഡെൽറ്റ ഓഫ് ടി മൈനസ് എന്റെ ലാപ്ലേസ് നമുക്ക് കണ്ടുപിടിക്കാം. എൽ ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു എൽ ഓഫ് ഡെൽറ്റയ്ക്ക് പകരം എന്താണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലിമിറ്റ് കെ ടെൻസ് ടു 0 എഫ് കെ ഓഫ് ടി മൈനസ് എ. ഇനി ലിമിറ്റ് ലാപ്ലേസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ലിമിറ്റ് കെ ടെൻസ് ടു 0 എൽ ഓഫ് എഫ് കെ ഓഫ് ടി മൈനസ് എ എന്നാവും. നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ലിമിറ്റ് കെ ടെൻസ് ടു 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ കെ എസ് ഇൻറ്റു 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ എസ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് കെയ്ക്കാണ് 0 കൊടുക്കുന്നത്. സോ കെ ഇല്ലാത്ത ടേം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് നമുക്ക് ലിമിറ്റിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാം. ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് ഇൻറ്റു ലിമിറ്റ് കെ ടെൻസ് ടു 0 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ എസ് ഡിവൈഡഡ് ബൈ കെ വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് ഇൻറ്റു ലിമിറ്റ് കെ ടെൻസ് ടു 0. നമുക്ക് ഈ ഫംഗ്ഷൻസിൽ കെ ടെൻസ് ടു 0 കൊടുത്താൽ ഇവിടെ എന്താവും? 1 മൈനസ് ഇ റൈസ് ടു മൈനസ് കെ എസ്. കെ ടെൻസ് ടു 0 കൊടുത്താൽ 1 മൈനസ് ഇ റൈസ് ടു 0 ബൈ കെക്ക് 0 കൊടുത്താൽ 0 വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 0ന്റെ വാല്യൂ 1 ആണ്. സോ 1 മൈനസ് 1 0 ബൈ 0 എന്ന് വരും. അപ്പോൾ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ 0 ബൈ 0 ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്?
ലിമിറ്റിൻ്റെ വാല്യൂ കിട്ടാൻ എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുക. എന്താ എൽ ഹോപ്പിറ്റൽ റൂൾ? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് കെ എസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് എന്ത് വരും? 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 0 മൈനസ് ഇ റേസ് ടു മൈനസ് കെ എസിനെ നമ്മൾ ഏതിനാണ്? കെ ആണ് ടെൻസ് ടു 0 കൊടുക്കുന്നത്. സോ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു കെ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഇ റേസ് ടു മൈനസ് കെ എസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇൻ്റെ ഡെറിവേറ്റീവ് ഇ തന്നെ. അപ്പോൾ ഇ റേസ് ടു മൈനസ് കെ എസ് ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു കെ ചെയ്താൽ ഇ റേസ് ടു കെ ആയിരുന്നെങ്കിൽ ഇ റേസ് ടു കെ എന്ന് എഴുതാം. പക്ഷേ കെക്ക് പകരം ഇവിടെ മൈനസ് കെ എസ് ആണ്. സോ ഇൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എഴുതി ഇ റേസ് ടു മൈനസ് കെ എസ് ഇൻറ്റു മൈനസ് കെ എസിൻ്റെ വിത്ത് റെസ്പെക്ട് ടു കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. മൈനസ് കെ എസിന് വിത്ത് റെസ്പെക്ട് ടു കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് വരും? മൈനസ് എസ്. ഈ മൈനസ് മൈനസ് പ്ലസ് ആയി എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എസ് എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് കെ ടെൻസ് ടു 0 എസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ എസ് ഡിവൈഡഡ് ബൈ കെയിന് വിത്ത് റെസ്പെക്ട് ടു കെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. ഇനി ഇതിൽ കെ ടെൻസ് ടു 0 കൊടുക്കുക. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് ഇൻറ്റു കെക്ക് 0 കൊടുത്താൽ ഇ റേസ് ടു 0 എന്നാവും. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1. പിന്നെ ഉള്ളത് എസ് ബൈ 1 ആണ്. സോ എസും എസും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആൻസർ എന്തെന്ന് കിട്ടി? ഇ റേസ് ടു മൈനസ് എ എസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എത്രയാണ്? ഇ റേസ് ടു മൈനസ് എ എസ് ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് എ എസ് ഡിവൈഡഡ് ബൈ എസ് ആണ്. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ. നോട്ട് മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ. The convolution of f of t and g of t is defined by f star g of t is equal to integral 0 to t f of u into g of t minus u du. ഇപ്പോൾ ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ യു ഈക്വൽ ടു എന്ന് കൊടുക്കാൻ കാരണം അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ടീൻ്റെ ആയിരുന്നു വേരിയേഷനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇൻ്റഗ്രൽ എഴുതുമ്പോൾ. ഇവിടെ എന്താണ്? യുവിനാണ് വേരിയേഷൻ കൊടുക്കുന്നത് 0 to t. ഇപ്പോൾ കൺവല്യൂഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് സ്റ്റാർ ജി എന്നാണ്. എഫിൻ്റെയും ജിൻ്റെയും കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എഫ് സ്റ്റാർ ജി ആണ്. ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഫസ്റ്റത്തെ ഫംഗ്ഷൻ്റെ എഫ് ഓഫ് ടിയും ജി ഓഫ് ടി ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. അതിൽ നിന്ന് എഫ് ഓഫ് യുവും ജി ഓഫ് ടി മൈനസ് യു ആണ് കാണേണ്ടത്. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇൻ്റഗ്രേഷനാണ് എടുക്കേണ്ടത്. ഇനി ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് യു ഡി യു എന്ന് എഴുതാം. ഇത് രണ്ടും ശരി തന്നെയാണ്. എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു, അതാണ് നമ്മൾ അടുത്ത പ്രോപ്പർട്ടീസിൽ പറയുന്നത്, എഫ് സ്റ്റാർ ജിയും ജി സ്റ്റാർ എഫും ഈക്വൽ ആണ്. എന്താ ജി സ്റ്റാർ എഫ് എന്ന് പറഞ്ഞാൽ? ജി ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് ഡി യുവിൻ്റെ ഇൻ്റഗ്രൽ. അപ്പോൾ എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞാലും ജി ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം റിസൾട്ട് തന്നെയായിരിക്കും. അതായത് കൺവല്യൂഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോളോ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എഫ് സ്റ്റാർ ജി വൺ പ്ലസ് ജി ടു is equal to എഫ് സ്റ്റാർ ജി വൺ പ്ലസ് എഫ് സ്റ്റാർ ജി ടു ആയിരിക്കും. ഈ പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അടുത്തത് അസോസിയേറ്റീവ് ലോ ആണ്. എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച്, 3 ഫംഗ്ഷൻ എഫ് ജി എച്ച് ഉണ്ട്. അതിൽ എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് ചെയ്ത് കഴിഞ്ഞാലും എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ച് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയാം. അടുത്ത പ്രോപ്പർട്ടി എഫ് സ്റ്റാർ സീറോ is equal to 0 star f. ശരിക്കും കൺവല്യൂഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? 2 ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പ്രൊഡക്റ്റിൻ്റെ ലാപ്ലേസ് കാണുമ്പോഴേക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് സാധാരണ നമ്മൾ എടുക്കുന്നത് നോക്കുക, എഫ് സ്റ്റാർ സീറോ is equal to 0 star f 0. അപ്പോൾ ഇവിടെ ശരിക്കും ഇതെല്ലാം ഏതിൻ്റെ പ്രോപ്പർട്ടിയാണ്? മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന പ്രോപ്പർട്ടിയാണ്. എഫ് ഇൻറ്റു ജി is equal to ജി ഇൻറ്റു എഫ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഓർഡിനറി മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന പ്രോപ്പർട്ടി തന്നെയാണ് കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടിയും. പക്ഷേ ലാസ്റ്റ് വന്ന് നോക്കുക, എഫ് സ്റ്റാർ സീറോ ഈക്വൽ ടു 0 star f 0 ആണ്. അതായത് കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് സീറോയും സീറോ ആൻഡ് എഫും എന്ത് തന്നെയാണ്? 0 ആണ്. ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ. പക്ഷെ എന്ന് വെച്ചിട്ട് എന്ത് പറയാൻ പറ്റില്ല? എഫ് സ്റ്റാർ വൺ ഈക്വൽ ടു 1 star f is equal to 1. ഇത് സാധാരണ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെയല്ല. എഫ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തല്ല കിട്ടുക? എഫ് ഇൻറ്റു 1 എഫ് അല്ല നമുക്ക് കിട്ടുക. അപ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഇതിൽ ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എഫ് സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി. ഇവിടെ എഫ് എന്ന് പറയുന്നത് എഫ് തന്നെ, ജി എന്ന് പറയുന്നത് 1 ആണ്. ജി ഓഫ് ടി മൈനസ് യു, 1 × ടി മൈനസ് യു എടുത്താലും 1 തന്നെ. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് യു ഡി യു എന്നാണ് വരിക. എഫ് ഓഫ് യുവിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്?
അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ എഫ് ഓഫ് യു എന്ന് ഡയറക്റ്റ് കാണുന്നതിന് ഒരു എക്സാമ്പിൾ ഇട്ട് കൊടുക്കും. അപ്പോൾ എഫ് ഓഫ് ടി കോസ് ടി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു കോസ് ടി സ്റ്റാർ 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് ടീന് പകരം കോസ് യു എന്ന് കൊടുക്കാം. കോസ് യു ഡി യു. ഇൻ്റഗ്രൽ കോസ് യു എന്താണ്? സൈൻ യു ആണ്. സൈൻ യുവിന് 0 to t കൊടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ടി മൈനസ് സൈൻ 0 വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ ടി. അപ്പോൾ കോസ് ടി സ്റ്റാർ 1 ഇതിപ്പോൾ നമുക്ക് വന്നത് എന്താണ്? സൈൻ ടി ആണ്, നോട്ട് ഈക്വൽ ടു കോസ് ടി. അപ്പോൾ എഫ് സ്റ്റാർ 1 എപ്പോഴും എന്താവണമെന്നില്ല? എഫ് ആവണമെന്നില്ല. കോസ് ടി എക്സാമ്പിൾ ആണ്. കോസ് ടി സ്റ്റാർ 1 ചെയ്തപ്പോൾ നമുക്ക് വന്നത് കോസ് ടി അല്ല, സൈൻ ടി ആണ്. അപ്പോൾ എഫ് സ്റ്റാർ 0 ഇസ് ഈക്വൽ ടു 0 സ്റ്റാർ എഫ് ഈക്വൽ ടു 0 ആണ്. പക്ഷേ അത് ഏതിന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല? എഫ് സ്റ്റാർ 1. സോ കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യും എക്സെപ്റ്റ് ഈ കണ്ടീഷൻ എഫ് സ്റ്റാർ 1 ഇസ് ഈക്വൽ ടു 1 സ്റ്റാർ എഫ് ഇസ് ഈക്വൽ ടു എഫ് എന്നുള്ള കണ്ടീഷൻ. ഈ കൺവല്യൂഷൻ കണ്ടുപിടിക്കുന്ന 1-2 പ്രോബ്ലംസ് ആണ് നോക്കാം. ഫൈൻഡ് 1 സ്റ്റാർ 1. ഇപ്പോൾ 1 സ്റ്റാർ 1 നമ്മുടെ ഫോം എഫ് സ്റ്റാർ ജി എന്നാണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി 1, ജി ഓഫ് ടി 1. പിന്നെ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് എഫ് ഓഫ് യുവും ജി ഓഫ് ടി മൈനസ് യു ആണ്. ഇപ്പോൾ എഫ് ഓഫ് ടി 1 ആണെങ്കിൽ എഫ് ഓഫ് യുവും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ജി ഓഫ് ടി 1 ആണ്. സോ ജി ഓഫ് ടി മൈനസ് യു അതാണ് നമുക്ക് വേണ്ടത്. ജി ഓഫ് ടി മൈനസ് യുവും 1 തന്നെ, കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷനിൽ വേരിയബിൾ ഒന്നും ഇല്ലാത്തതാണ്. സോ അതിന് മാറ്റേണ്ട ആവശ്യമില്ല. 1. Therefore 1 star 1 is equal to integral 0 to t f of u into g of t minus u. f of u 1, g of t minus u 1. So 1 into 1 du which is equal to integral 0 to t 1 du. 1 du integrate ചെയ്ത് കഴിഞ്ഞാൽ u ആണ്. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to t which is equal to അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് t മൈനസ് 0 t എന്ന് കിട്ടി. അപ്പോൾ 1 സ്റ്റാർ 1 എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 എന്നുള്ള ഫോമല്ല. 1 സ്റ്റാർ 1 എന്ന് പറഞ്ഞാൽ കൺവല്യൂഷൻ്റെ ഈ ഫോമിലാണ് കൊടുക്കേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് വരുന്നത്? ടി ആണ്. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇ റേസ് ടു ടി സ്റ്റാർ ഇ റേസ് ടു ടി, 1 സ്റ്റാർ ഇ റേസ് ടു ടി, അടുത്തത് ടി സ്റ്റാർ ഇ റേസ് ടു ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഓഫ് ടി ഇ റേസ് ടു ടി, ജി ഓഫ് ടി ഇ റേസ് ടു ടി. എഫ് ഓഫ് ടി ഇ റേസ് ടു ടി ആണെങ്കിൽ നമുക്ക് വേണ്ടത് എഫ് ഓഫ് യുവും ജി ഓഫ് ടി മൈനസ് യു ആണ്. അപ്പോൾ എഫ് ഓഫ് ടി ഇ റേസ് ടു ടി ആണെങ്കിൽ എഫ് ഓഫ് യു എന്താവും? ടിക്ക് പകരം യു എന്ന് കൊടുക്കുക, ഇ റേസ് ടു യു. ജി ഓഫ് ടി ഇ റേസ് ടു ടി ആണ്, നമുക്ക് വേണ്ടത് ജി ഓഫ് ടി മൈനസ് യു. അപ്പോൾ ടി എന്നുള്ളിടത്ത് ടി മൈനസ് യു ആക്കുക. അപ്പോൾ ജി ഓഫ് ടി മൈനസ് യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി മൈനസ് യു എന്ന് കിട്ടി. Therefore e raised to t star e raised to t is equal to integral 0 to t f of u into g of t minus u. Integral 0 to t f of u എന്ന് പറയുന്നത് e raised to u into g of t minus u e raised to t minus u du which is equal to integral 0 to t a raised to m into a raised to n a raised to m plus n ആണ്. So u plus t minus u എന്ന് വരും. u minus u ക്യാൻസൽ ചെയ്യാം. which is equal to integral 0 to t e raised to t du. ഇ റേസ് ടു ടി എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു ആണ്. സോ ഇ റേസ് ടു ടി ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഡി യു. ഇൻ്റഗ്രൽ ഡി യു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 1 ഡി യു. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ആണ്. സോ ഇ റേസ് ടു ടി ഇൻറ്റു യു ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 ടു ടി. അപ്പോൾ യുവിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് ടി മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു ടി മൈനസ് 0 ടി. അപ്പോൾ ടി ഇ റേസ് ടു ടി എന്ന് കിട്ടി. അപ്പോൾ ഇ റേസ് ടു ടി സ്റ്റാർ ഇ റേസ് ടു ടി എന്ന് പറയുന്നത് ടി ഇൻറ്റു ഇ റേസ് ടു ടി ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? എഫ് ഓഫ് ടി 1 ജി ഓഫ് ടി ഇ റേസ് ടു ടി. അപ്പോൾ അതെടുത്ത് എഴുതി. എഫ് ഓഫ് ടി 1 ആണ്, ജി ഓഫ് ടി ഇ റേസ് ടു ടി ആണ്. നമുക്ക് വേണ്ടത് എഫ് ഓഫ് യുവും ജി ഓഫ് ടി മൈനസ് യു. ഇപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ടിക്ക് പകരം ടി മൈനസ് യു കൊടുത്താലും ഫംഗ്ഷന് വ്യത്യാസമൊന്നും വരുന്നില്ല. സോ എഫ് ഓഫ് ടി 1 ആണെങ്കിൽ എഫ് ഓഫ് യുവും 1 തന്നെ. ജി ഓഫ് ടി ഇ റേസ് ടു ടി ആണ്. സോ ജി ഓഫ് ടി മൈനസ് യു എന്നുള്ളത് ഇ റേസ് ടു ടി മൈനസ് യു എന്നാവും. Therefore 1 star e raised to t is equal to, by definition of convolution, integral 0 to t f of u into g of t minus u. f of u 1, g of t minus u, e raised to t minus u du, which is equal to integral 0 to t 1 into e raised to t minus u, e raised to t minus u du, which is equal to integral 0 to t e raised to t into e raised to minus u എന്ന് എഴുതാം അതിനെ, du. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ യു ഇല്ലാത്ത ടേം കോൺസ്റ്റന്റ് ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു മൈനസ് യു ഡി യു, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി ഇൻറ്റു
e raised to minus u നെ with respect to u ഇൻ്റഗ്രേറ്റ് ചെയ്ത എക്സ്പോണൻഷ്യൽ ഇൻ്റഗ്രേഷൻ അത് തന്നെയാണ്. p raised to minus u ഡിവൈഡഡ് ബൈ മൈനസ് യുവിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഡിവൈഡഡ് ബൈക്ക് ശേഷം എഴുതുന്നത്. p raised to minus u ഡിവൈഡഡ് ബൈ മൈനസ് യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത -1 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to t. ഇനി മൈനസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു ബാക്കിയുള്ള ടേം ഇ റേസ് ടു മൈനസ് യുവിന് ലിമിറ്റ് കൊടുക്കുക. അതേ അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു മൈനസ് ടി മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇ റേസ് ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉള്ളിലേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പോൾ മൈനസ് ഇ റേസ് ടു ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇ റേസ് ടു a raised to m into a raised to n, a raised to m plus n. So t minus t എന്ന് എഴുതാം. ഈ മൈനസ് കൂടെ പ്ലസ് e raised to t into 1 e raised to t which is equal to minus e raised to 0 t minus t 0 ആണ് plus e raised to t. e raised to 0ൻ്റെ വാല്യൂ 1 so which is equal to e raised to t minus 1 എന്ന് കിട്ടി. അപ്പോൾ അതാണ് എന്ത് 1 star e raised to t ൻ്റെ വാല്യൂ e raised to t minus 1. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് t star e raised to t f of t t g of t e raised to t. f of t t ആണെങ്കിൽ f of u എന്താണ് u ആണ്. tക്ക് പകരം u എന്ന് കൊടുക്കുക. അതുപോലെ g of t e raised to t ആണ്. സോ g of t minus u e raised to t minus u എന്നാവും. ഇനി നമുക്ക് ഡെഫിനിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore t star e raised to t is equal to integral 0 to t f of u into g of t minus u. f of u u ആണ്. g of t minus u e raised to t minus u du. ഒരു രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒരു ഫംഗ്ഷൻ യുവും അടുത്ത ഫംഗ്ഷൻ e raised to t minus u. രണ്ട് ഫംഗ്ഷൻ ഇൻ്റഗ്രേഷനകത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ u e raised to t minus u നെ വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e raised to t minus u ഡിവൈഡഡ് ബൈ t minus uൻ്റെ ഡെറിവേറ്റീവ് താഴെ എഴുതുന്നു. t minus uനെ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ t കോൺസ്റ്റൻ്റ് ആണ് 0 യുവിന് വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്ത 1 സോ -1. ഇനി ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ടേമിന് മാത്രമല്ല ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് കൊടുക്കേണ്ടത് രണ്ട് ടേമിനും കൂടെ ചേർത്തിയിട്ടാണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് അതിന് ഫുള്ളായിട്ട് ലിമിറ്റ് കൊടുത്തു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് യുവിന് വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്ത 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e raised to t minus uൻ്റെ ഇൻ്റഗ്രൽ e raised to t minus u divided by -1 du which is equal to u divided by -1 എന്നുള്ളത് ഈ മൈനസ് മുകളിലേക്ക് എടുക്കാം മൈനസ് u e raised to t minus u ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to t മൈനസ് കൂടെ പ്ലസ് ഇൻ്റഗ്രൽ 0 to t e raised to t minus u e raised to t minus u നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e raised to t minus u divided by -1 ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to t which is equal to ഇനി യുവിന് ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ഫസ്റ്റ് ടി കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ടി ഇ റേസ് ടു ടി മൈനസ് ടി മൈനസ് യുവിന് 0 കൊടുത്താൽ ഇത് 0 ആയിപ്പോയി. പ്ലസും മൈനസും കൂടെ നമുക്ക് മൈനസ് എഴുതാം. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടു. മൈനസ് ഓഫ് ഈ മൈനസ് പുറത്തേക്ക് എടുത്തതാണ് മൈനസ് ഓഫ് ഇ റേസ് ടു ടി മൈനസ് ടി മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു ടി മൈനസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു minus t e raised to t minus t 0 minus e raised to t minus t e raised to 0 minus കൂടെ plus e raised to t minus 0 e raised to t which is equal to e raised to 0ൻ്റെ വാല്യൂ 1 ആണ്. so which is equal to minus t minus 1 plus e raised to t which is equal to e raised to t minus 1 എന്ന് എഴുതാം. t star e raised to t is equal to e raised to t minus 1. ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് കൺവല്യൂഷൻ കണ്ടുപിടിക്കേണ്ട പ്രോബ്ലം ആണ് ചെയ്തത്. ഇനി കൺവല്യൂഷൻ്റെ ലാപ്ലേസും ഇൻവേഴ്സ് ലാപ്ലേസും എങ്ങനെയാണ് കിട്ടുക നോക്കാം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറമാണ് കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം എന്താ പറയുന്നത് നോക്കാം. ഇഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ആൻഡ് ഓഫ് എക്സ്പോണൻഷ്യൽ ഓർഡർ ദെൻ എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി. Equivalently, if f of s is equal to L of f of t and g of s equal to L of g of t, then L inverse of f of s into g of s is equal to f star g of t, which is equal to integral 0 to t f of u into g of t minus u du. എന്താ കൺവല്യൂഷൻ തിയറം പറയുന്നത്?
എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനും ആൻഡ് ഓഫ് എക്സ്പോണൻഷ്യൽ ഓർഡർ. എക്സ്പോണൻഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടിക്കും ജി ഓഫ് ടിക്കും ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മോഡ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇ റേസ് ടു കെ ടി ഫോർ സം കോൺസ്റ്റന്റ് കെ ആൻഡ് എം. അതായത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താലാണ് എഫ് ഓഫ് ടിക്ക് എക്സിസ്റ്റ് ചെയ്യുക, ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുക. അത് നമ്മുടെ എക്സിസ്റ്റൻസ് തിയറത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഓർഡറിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ കൺവല്യൂഷൻ തിയറം കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് ഫംഗ്ഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഓഫ് ടി, എഫ് സ്റ്റാർ കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജിന്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി ആണ്. എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി. ഇനി തിരിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ്, അതായത് ഇഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഓഫ് ജി ഓഫ് ടി, എഫ് ഓഫ് ടിന്റെ ലാപ്ലേസ് എഫ് ഓഫ് എസും ജി ഓഫ് ടിന്റെ ലാപ്ലേസ് ജി ഓഫ് എസും ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. ഡയറക്റ്റ് ആയിട്ട് കൺവല്യൂഷൻ ലാപ്ലേസ് എന്ന് പറയുമ്പോൾ എഫ് സ്റ്റാർ ജിന്റെ ലാപ്ലേസ് ആണ് എടുക്കാം. ഇൻവേഴ്സ് ആകുമ്പോഴോ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കേണ്ടത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് സ്റ്റാർ ജി ഓഫ് ടി. എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളത്. ലാപ്ലേസ് കണ്ടുപിടിക്കാൻ, കൺവല്യൂഷന്റെ ലാപ്ലേസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ലാപ്ലേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എൽ ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി, ഇ റേസ് ടു ടി കൺവല്യൂഷൻ ഓഫ് ഇ റേസ് ടു ടി ആൻഡ് സൈൻ ടിന്റെ ലാപ്ലേസ് കാണാനാണ്. അതേപോലെ തന്നെ എൽ ഓഫ് ടി ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ, സെഡ് അല്ലാതെ ടോ എന്നുള്ള സിമ്പിളാണ്. അപ്പോൾ സൈൻ ടോ ഡി ടോ. അപ്പോൾ ഇത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എൽ ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടിന്റെ ലാപ്ലേസ് എന്താണ്? എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി ആണ്. സാധാരണ മൾട്ടിപ്ലിക്കേഷനിൽ ലാപ്ലേസ് എൽ ഓഫ് എഫ് പ്ലസ് ജി, എൽ ഓഫ് എഫ് പ്ലസ് എൽ ഓഫ് ജി ചെയ്യുന്ന പോലെ എഫ് സ്റ്റാർ ജിന്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇച്ച് ഈക്വൽ ടു എന്ത് വരും? എൽ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു എൽ ഓഫ് സൈൻ ടി. ഇ റേസ് ടു ടിന്റെ ലാപ്ലേസ് നമുക്കറിയാം എന്താ? എൽ ഓഫ് ഇ റേസ് ടു എ ടി 1/s മൈനസ് എ ആണ്. അപ്പോൾ എക്ക് പകരം ഇവിടെ 1, സോ 1/s മൈനസ് 1 ഇൻറ്റു സൈൻ ടിന്റെ ലാപ്ലേസ് എൽ ഓഫ് സൈൻ എ ടി എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഇവിടെ സൈൻ 1t എന്നാണ്, സോ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ലാപ്ലേസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് എസ് ജി എന്ന് ചെയ്താൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? എൽ ഓഫ് ടി ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ എന്നാണ്. അപ്പോൾ എൽ ഓഫ് ഇന്റഗ്രൽ 0 ടു ടി, നമുക്ക് ഇന്റഗ്രേഷന്റെ ലാപ്ലേസ് കണ്ടുപിടിക്കാൻ അറിയാം. ടി ഇൻറ്റു, പക്ഷെ ഇവിടെ നമുക്കിവിടെ സ്റ്റാർ ആണെങ്കിൽ നമുക്ക് എഫ് സ്റ്റാർ ജി എന്നുള്ള ഫോം ഇവിടെ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ടി സ്റ്റാർ എന്നല്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പഠിച്ച പ്രോപ്പർട്ടി ആയിരിക്കും ഈ ലാപ്ലേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എൽ ഓഫ് ടി ഇൻറ്റു ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിത് എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്നുള്ള ഫോമാണെന്ന് വിചാരിക്കാം. എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ആണ്. ലാപ്ലേസ് കണ്ടുപിടിക്കുക, എഫ് ഓഫ് ടിന്റെ ലാപ്ലേസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എൽ ഓഫ് ടി എഫ് ഓഫ് ടിന്റെ കൂടെ ടി എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. എന്ത് ചെയ്യണം? മൈനസ് എഫ് ഡാഷ് ഓഫ് എസ് ലാപ്ലേസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ആ ഫോമിലാണ് കിടക്കുന്നത്. കാരണം എൽ ഓഫ് ടി സ്റ്റാർ എന്നുണ്ടായിരുന്നെങ്കിൽ കൺവല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ടി സ്റ്റാർ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ടി ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എൽ ഓഫ് ആദ്യം ടി ഇല്ലാത്തതിന്റെ എഫ് ഓഫ് ടിന്റെ മാത്രം ലാപ്ലേസ് കാണുന്നു. ദാറ്റ് ഈസ് എൽ ഓഫ് ഇന്റഗ്രൽ 0 ടു ടി, ഈ ഫോമിലാണ് ടി എഫ് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ടിന്റെ ഇന്റഗ്രൽ ലാപ്ലേസ് ആദ്യം കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എൽ ഓഫ് ഇന്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ. സൈൻ ടോനെ നമുക്ക് സൈൻ ടോ ഇൻറ്റു 1 എന്ന് എഴുതാം. എൽ ഓഫ് ഇന്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഇൻറ്റു 1 ഡി ടോ. ഈ സൈൻ ടോ ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും സൈൻ ടി സ്റ്റാർ 1 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഇന്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ, സൈൻ ടോ ഇൻറ്റു 1 ഡി ടോ എന്ന് പറഞ്ഞാൽ നമുക്കത് ആ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ടി സ്റ്റാർ 1. കാരണം എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 ടു ടി
എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു ആണ്. അപ്പോൾ ഇവിടെ വേരിയബിൾ യു ആണെന്നേ ഉള്ളൂ. അവിടെ നമുക്ക് യുവിന് പകരം ഇവിടെ ടോയാണ്, അത് പ്രശ്നമില്ല, കാരണം സൈൻ ടോ ഡി ടോ എന്നുണ്ട്. പിന്നെ നമുക്കിതിനെ സൈൻ ടോ ഇൻറ്റു 1 ജി ഓഫ് ടി മൈനസ് യു, ജി ഓഫ് ടി ഇവിടെ എടുത്തിട്ടുള്ള എന്താ എഫ് സ്റ്റാർ ജി എന്നുള്ള ഫോമിലേക്ക് എഴുതി. എഫ് സൈൻ ടിയും ജി എന്ന് പറയുന്നത് 1 ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് യു എന്തായിരിക്കും? ഇവിടെ നമുക്ക് യു ഡെഫിനേഷൻ, ഇവിടെ യുവിന് പകരം ടോ, അപ്പോൾ എഫ് ഓഫ് ടോ ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ. അപ്പോൾ എഫ് ഓഫ് ടി സൈൻ ടി ആണെങ്കിൽ എഫ് ഓഫ് ടോ സൈൻ ടോ, ജി ഓഫ് ടി മൈനസ് ടോ, ജി ഓഫ് ടി 1 ആണ്, സോ ജി ഓഫ് ടി മൈനസ് ടോ ചെയ്താലും എന്ത് തന്നെയാണ് വരിക? 1 തന്നെയാണ് വരിക. സോ ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഇൻറ്റു 1 ഡി ടോന് നമുക്ക് സൈൻ ടി സ്റ്റാർ 1 എന്ന് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് കൺവല്യൂഷൻ്റെ ലാപ്ലേസ് യൂസ് ചെയ്യാം. എൽ ഓഫ് എഫ് സ്റ്റാർ ജി എന്നുള്ള ഫോമാണ്, വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി. അപ്പോൾ എൽ ഓഫ് സൈൻ ടി ഇൻറ്റു എൽ ഓഫ് 1, സൈൻ ടീൻ്റെ ലാപ്ലേസ് 1/s² പ്ലസ് 1 ഇൻറ്റു എൽ ഓഫ് 1ൻ്റെ ലാപ്ലേസ് 1/s, which is equal to 1 into 1 divided by s into s² plus 1. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എഫ് ഓഫ് ടീൻ്റെ ഈ പ്രോപ്പർട്ടി പ്രകാരം എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ആണ് നമുക്ക് കിട്ടിയത്. ദെർഫോർ എൽ ഓഫ് ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് എഫ് ഡാഷ് ഓഫ് എസ്. അപ്പോൾ നമുക്കിവിടെ ഈ റിസൾട്ടിൽ ദെർഫോർ എൽ ഓഫ് ടി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി സൈൻ ടോ ഡി ടോ is equal to മൈനസ് എഫ് ഡാഷ് ഓഫ് എസ്. എഫ് ഓഫ് എസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഓഫ് 0 ടു ടി സൈൻ ടോ ഡി ടോ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് ഇതിൻ്റെ ലാപ്ലേസ് എന്താ കിട്ടിയത്? 1/s ഇൻറ്റു s² പ്ലസ് 1, വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 1/s ഇൻറ്റു s² പ്ലസ് 1 കോഷ്യൻ റൂൾ യൂസ് ചെയ്തുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഫസ്റ്റ് എഴുതേണ്ടത് ഡിനോമിനേറ്റർ. അപ്പോൾ എസ് ഇൻറ്റു s² പ്ലസ് 1 ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 1ന് വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത 0 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു 1 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എസ് ഇൻറ്റു s² പ്ലസ് 1 എന്നാണ്. എസ് ഇൻറ്റു s² പ്ലസ് 1 രണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ s³ പ്ലസ് എസ് എന്ന് എഴുതിയിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലും മതി. ഇവിടെ എഴുതിയിട്ടുള്ളത് പ്രൊഡക്റ്റ് റൂളാണ്. ഇവിടെ ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ഇപ്പോൾ ഡിനോമിനേറ്ററിന് ഇവിടെ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്തതാണ്. അപ്പോൾ എന്തുവരും? എസ് ഇൻറ്റു s² പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 2s പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ s² പ്ലസ് 1 ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എസിന് വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത 1 ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എസ് ഇൻറ്റു s² പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ പറയാം. ഇവിടെ എടുത്ത കോഷ്യൻ റൂളാണ്. ഫസ്റ്റ് ഡിനോമിനേറ്റർ ഫുള്ളായിട്ട് എടുത്തു. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ന്യൂമറേറ്റർ 1 ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എസ് ഇൻറ്റു s² പ്ലസ് 1 ഇനിയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒന്നുകിൽ ഇതിന് s³ പ്ലസ് എസ് എന്ന് എഴുതാം. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 3s² പ്ലസ് 1. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളത് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി, 3s² പ്ലസ് 1. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 2s² പ്ലസ് s² പ്ലസ് 1 വരും. ദാറ്റ് ഈസ് 3s² പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ s² ഇൻറ്റു s² പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കൊരു മൈനസും ഉള്ളത് കൊണ്ടാണ് ഇവിടെ പ്ലസ് ആയത്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇത് 0 ആയിപ്പോയി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, നെഗറ്റീവ് പ്ലസ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3s² പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ s² ഇൻറ്റു s² പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ കൺവല്യൂഷൻ്റെ ലാപ്ലേസിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ തിയറത്തിൽ ലാപ്ലേസിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തെ ലാപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൽ ഓഫ് എഫ് ഇൻറ്റു എൽ ഓഫ് ജി എന്ന് എഴുതാം. പക്ഷേ ഇൻവേഴ്സ് ആകുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എഫ് ഓഫ് എസിൻ്റെയും ജി ഓഫ് എസിൻ്റെയും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, അതായത് എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൻ്റെ കൺവല്യൂഷൻ എടുക്കാം. നെക്സ്റ്റ് നോക്കാം. Using the method of convolution, find the inverse transform of the following functions. First question, 1 divided by s² plus 1 the whole square. Second one, s² divided by s² plus a² into s² plus b². First question നോക്കാം. 1 by s² plus 1 whole square. നമുക്ക് കൺവല്യൂഷൻ്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കൺവല്യൂഷൻ്റെ മെത്തേഡ് പറയുമ്പോൾ രണ്ട് ടേം വേണം, എഫ് ഓഫ് എസും ജി ഓഫ് എസും. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് 1 by s² plus 1 ഹോൾ സ്ക്വയർ എന്നാണ്. പക്ഷെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് എഴുതണം? എഫ് ഓഫ് എസും ജി ഓഫ് എസും എഴുതണം.
ഇപ്പോൾ 1/s² + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/s² + 1 ഇൻറ്റു 1/s² + 1 ആണ് അല്ലേ. അപ്പോഴാണ് 1/s² + 1 ഹോൾ സ്ക്വയർ ആവുക. അപ്പോൾ ഇതിൽ നിന്ന് f(s) ഉം g(s) ഉം എന്ത് തന്നെയാണെന്ന് കിട്ടി? f(s) = 1/s² + 1, g(s) ഉം 1/s² + 1. അപ്പോൾ നമുക്ക് വേണ്ടത് f(t), g(t). കാരണം എന്താ, L ഇൻവേഴ്സ് ഓഫ് f(s), g(s) എന്ന് പറയുന്നത് f*(g(t) ആണ്. അപ്പോൾ f(s) ഉം g(s) ഉം ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടി. ഇനി f(t)യും g(t)യും കണ്ടുപിടിക്കണം. f(t) എന്ന് പറയുന്നതും g(t) എന്ന് പറയുന്നതും ഇവിടെ ഈക്വൽ തന്നെയാണ്. എന്താണ്? L ഇൻവേഴ്സ് ഓഫ് 1/s² + 1 ആണ്. 1/s² + 1ന്റെ L ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? sin t ആണ്. കാരണം L ഓഫ് sin t ആണ് 1/s² + 1. സോ L ഇൻവേഴ്സ് ഓഫ് 1/s² + 1 എന്ന് പറയുന്നത് sin t ആണ്. അപ്പോൾ f(t)യും g(t)യും sin t ആണെന്ന് കിട്ടി. ഇനി ബൈ കൺവല്യൂഷൻ തിയറം L ഇൻവേഴ്സ് ഓഫ് 1/s² + 1 ഹോൾ സ്ക്വയർ is equal to L ഇൻവേഴ്സ് ഓഫ് f(s) into g(s) which is equal to f*(g(t) which is equal to f*(g) എന്ന് പറയുന്നത് എന്താ ബൈ ഡെഫിനിഷൻ? integral 0 to t f of u into g(t minus u du എന്നാണ്. which is equal to integral 0 to t f of t എന്താ? sin t. അപ്പോൾ f of u എന്ന് പറഞ്ഞാൽ sin u into g(t) യും sin t തന്നെ. അപ്പോൾ g(t minus u എന്ന് പറഞ്ഞാൽ എന്ത് വരും? sin of t minus u du which is equal to integral 0 to t. ഇത് sin a sin b എന്നുള്ള ഫോമാണ്. അപ്പോൾ sin a sin b is equal to formula 1/2 into cos of a minus b minus cos of a plus b ആണ്. അത് പഠിക്കാനുള്ള റിസൾട്ടാണ്. sin a sin b is equal to 1/2 into cos of a minus b minus cos of a plus b. അപ്പോൾ ഇത് sin എക്ക് പകരം u, bക്ക് പകരം t minus u ആണ്. അപ്പോൾ 1/2 into cos of a minus b. ഇപ്പോൾ cos of u minus t minus u. a minus b എന്ന് പറഞ്ഞാൽ u minus t minus u which is equal to u minus t plus u. u minus t മൈനസും മൈനസും പ്ലസ് u. ഇപ്പോൾ u പ്ലസ് u എന്ന് പറയുന്നത് 2u minus t എന്ന് കിട്ടി. അപ്പോൾ 1/2 into cos of 2u minus t minus cos of a plus b ഉണ്ട്. അപ്പോൾ u plus t minus u, u minus ക്യാൻസൽ ചെയ്തു t. അപ്പോൾ 1/2 cos 2u minus t minus cos t du. അതിൻ്റെ കാരണമാണ് ഇതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. sin a sin b എന്നുള്ള ഫോമാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. which is equal to ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു u. 1/2 ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് എടുത്തു. cos 2u minus t നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത കോസിൻ്റെ ഇൻ്റഗ്രേറ്റ് sin 2u minus t. cos u ആണെങ്കിൽ sin u എന്ന് മാത്രം മതി. പക്ഷെ ഇവിടെ cos 2u minus t എന്നാണ്. അപ്പോൾ കോസിനെ പകരം ഇൻ്റഗ്രേറ്റ് ചെയ്ത sin 2u minus t ഡിവൈഡഡ് ബൈ 2u minus t നെ വിത്ത് റെസ്പെക്ട് ടു u ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? അത് ഡിനോമിനേറ്ററിൽ എഴുതണം. 2u minus t നെ വിത്ത് റെസ്പെക്ട് ടു u ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 മൈനസ് കോസ് ടി. കോസ് ടി എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. കാരണം വിത്ത് റെസ്പെക്ട് ടു u ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ് ടീനെ വിത്ത് റെസ്പെക്ട് ടു u ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? കോസ് ടി ഇൻറ്റു u. അതായത് കോസ് ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1du ആണ്. ദാറ്റ് ഈസ് u. അപ്പോൾ u കോസ് ടി. കോസ് ടീനെ വിത്ത് റെസ്പെക്ട് ടു u ഇൻ്റഗ്രേറ്റ് ചെയ്താൽ u കോസ് ടി എന്ന് കിട്ടി. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 to t which is equal to 1/2 into അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ sin 2t minus t ഡിവൈഡഡ് ബൈ 2. 2t minus t t. അപ്പോൾ sin t ഡിവൈഡഡ് ബൈ 2 മൈനസ് യുവിന് t കൊടുത്താൽ t cos t മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതുക. 1/2 കോമൺ ആണ് എല്ലാറ്റിനും കൂടെ. അപ്പോൾ മൈനസ് ലോവർ ലിമിറ്റ് എന്ത് വരും? സൈൻ ഓഫ് യുവിന് 0 കൊടുക്കുക. അപ്പോൾ സൈൻ ഓഫ് 0 മൈനസ് t ആണ്. ദാറ്റ് ഈസ് സൈൻ ഓഫ് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 മൈനസ് യുവിന് 0 കൊടുത്താൽ 0 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു സൈൻ ടി ബൈ 2 മൈനസ് ടി കോസ് ടി. സൈൻ ഓഫ് മൈനസ് ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി ആണ്. അപ്പോൾ മൈനസും മൈനസും കൂടെ പ്ലസ് സൈൻ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. സൈൻ ടി ബൈ 2 പ്ലസ് സൈൻ ടി ബൈ 2. സൈൻ ടി ബൈ 2 പ്ലസ് സൈൻ ടി ബൈ 2 എന്താ? 2 സൈൻ ടി ഡിവൈഡഡ് ബൈ 2. sin t by 2 plus sin t by 2, 2 sin t by 2, that is 2 2 cancel ചെയ്ത sin t minus t cos t. 1/2 into sin t minus t cos t എന്ന് കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? L ഇൻവേഴ്സ് ഓഫ്
എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം, എഫ് ഓഫ് എസും മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ എഫ് ഓഫ് എസും ജി ഓഫ് എസും എടുത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, എ ബൈ എസ് മൈനസ് എ പ്ലസ് എന്നുള്ള ഫോം ആക്കിയിട്ട്. അപ്പോൾ ഇവിടെ മെത്തേഡ് ഓഫ് കൺവല്യൂഷൻ പറയുമ്പോൾ എഫ് ഓഫ് എസും ജി ഓഫ് എസും ആണ് എടുത്തെഴുതേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ, എസ് സ്ക്വയർ ഉണ്ട് മുകളിൽ, അപ്പോൾ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിൽ നമുക്ക് എസ് ബൈ ഒരു ടേം എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും അടുത്ത ടേം എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ഇൻറ്റു എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എസ് ആയിട്ട് എടുത്തു, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അടുത്തത് ജി ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എഫ് ഓഫ് എസും ജി ഓഫ് എസും ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കണ്ടുപിടിക്കുകയാണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, എഫ് ഓഫ് എസിന്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ലാപ്ലേസ്. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ ഇൻവേഴ്സ് എന്താണ്, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് ഏത് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, കോസ് ആണ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എ ടി ആണ്. ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ്, അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. മുകളിൽ എസ് എന്ന് വരുമ്പോൾ കോസ് ആണ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പറഞ്ഞാൽ കോസ് ബി ടി. ഇപ്പോൾ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കിട്ടിക്കഴിഞ്ഞാൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ എഫ് സ്റ്റാർ ജി ഓഫ് ടി ബൈ കൺവല്യൂഷൻ തിയറം, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് സ്റ്റാർ ജി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു എന്താണ്, എഫ് ഓഫ് ടി കോസ് എ ടി ആണ്. അപ്പോൾ എഫ് ഓഫ് യു കോസ് എ യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു, ജി ഓഫ് ടി കോസ് ബി ടി ആണ്. സോ ജി ഓഫ് ടി മൈനസ് യു എന്ന് പറഞ്ഞാൽ കോസ് ബി ടി മൈനസ് യു ഡി യു. ഇത് കോസ് എ കോസ് ബി എന്നുള്ള ഫോമാണ്. എ എന്ന് പറയുന്നത് എ യു, ബി എന്ന് പറയുന്നത് ബി ടി മൈനസ് ബി യു, ബി ടി മൈനസ് ബി യു ആണ് എന്ത്, ബി എന്ന് പറയുന്നത് എയും ബിയും. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ 1/2 ഇൻറ്റു സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി. അതുപോലെ കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു കോസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് കോസ് ഓഫ് എ മൈനസ് ബി, വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ടി 1/2 ഇൻറ്റു ഡെഫിനിഷനിൽ അപ്ലൈ ചെയ്യുക കോസ് ഓഫ് എ പ്ലസ് ബി, എ യു പ്ലസ് ബി ടി മൈനസ് ബി യു. എ പ്ലസ് ബി ചെയ്താൽ എന്താ വരിക, എ യു പ്ലസ് ബി ടി മൈനസ് ബി യു. ഇപ്പോൾ രണ്ട് ടേമിൽ യു കോമൺ ആണ്. സോ ഇതിനെ എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി എന്ന് വരും. സൈൻ ഓഫ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി ഡിവൈഡഡ് ബൈ ഇവിടെ കോസ് ഓഫ് കോസ് എ കോസ് ബി എന്ന് പറഞ്ഞാൽ കോസ് എ പ്ലസ് ബി, കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ എ യു പ്ലസ് ബി ടി മൈനസ് ബി യു ആണ്. ദാറ്റ് ഈസ് കോസ് ഓഫ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി പ്ലസ് കോസ് എ മൈനസ് ബി, കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ എ യു മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബി ടി മൈനസ് ബി യു, അതായത് എ യു മൈനസ് ബി ടി പ്ലസ് ബി യു എന്നാവും. എ യു പ്ലസ് ബി യു എന്നുള്ളതിന് എ പ്ലസ് ബി ഇൻറ്റു യു എന്ന് എഴുതാം മൈനസ് ബി ടി. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, കോസ് എ യു കോസ് ബി ടി മൈനസ് യു എന്ന് പറയുന്നത് 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി പ്ലസ് കോസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു യു മൈനസ് ബി ടി ഡി യു. ഇനി ഇത് രണ്ടെണ്ണത്തിന് രണ്ട് ടേമിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻ്റഗ്രേഷൻ എന്ന് പുറത്തേക്ക് എടുത്തു. കോസ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോസ് ഓഫ് എന്നാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ആണ്. സോ സൈൻ ഓഫ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി ഡിവൈഡഡ് ബൈ, ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേഷനിൽ എന്താണ് ഡിവൈഡഡ് ബൈ ആണ് ഡെറിവേറ്റീവ് ചെയ്തേണ്ടത്. അപ്പോൾ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈന്, അപ്പോൾ സൈൻ ഓഫ് എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു യു പ്ലസ് ബി ടിനെ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് താഴെ എഴുതാം. അപ്പോൾ യുവിൻ്റെ ടേം എ മൈനസ് ബി ഇൻറ്റു യു ആണ്. സോ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ മൈനസ് ബി പ്ലസ് കോസ് ഓഫ് എ പ്ലസ് ബി യു മൈനസ് ബി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ഓഫ് എ പ്ലസ് ബി യു മൈനസ് ബി ടി ഡിവൈഡഡ് ബൈ
ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് താഴെ എഴുതുക. എ പ്ലസ് ബി ഇൻറ്റു യു മൈനസ് ബി ടീനെ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എ പ്ലസ് ബി. ഇനി ഇത് രണ്ടും തമ്മിൽ ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കൊടുക്കാം. എന്നിട്ട് അറേഞ്ച് ചെയ്താൽ മതി. ഇൻ്റഗ്രേഷൻ ലിമിറ്റ് 0 to t. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റും പിന്നെ ലോവർ ലിമിറ്റും കൊടുക്കണം. 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റാണ് ഫസ്റ്റ് കൊടുക്കുന്നത് ടി. അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും? സൈൻ എ മൈനസ് ബി ഇൻറ്റു ടി പ്ലസ് ബി ടി. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പോൾ സൈൻ എ മൈനസ് ബി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ സൈൻ എ ടി മൈനസ് ബി ടി പ്ലസ് ബി ടി എന്ന് വരും. മൈനസ് ബി ടിയും പ്ലസ് ബി ടിയും പോയി കഴിഞ്ഞാൽ സൈൻ എ ടി പ്ലസ് സൈൻ ഓഫ് നമ്മൾ ഇതിൽ തന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് രണ്ട് ടേമും ഒരുമിച്ച് എഴുതിയിട്ടും ചെയ്യാം. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ സൈൻ എ ടി എന്ന് കിട്ടി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എന്താ വരും? 0. എ മൈനസ് ബിക്ക് 0 കൊടുത്താൽ ഈ ടേം ഫുള്ള് 0 ആയിപ്പോയി. അപ്പോൾ സൈൻ ബി ടി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി പ്ലസ് ഈ ടേമിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ എ പ്ലസ് ബി ഇൻറ്റു ടി മൈനസ് ബി ടി. അപ്പോൾ മൈനസ് ബി ടിയും പ്ലസ് ബി ടിയും ക്യാൻസൽ ആവും. സൈൻ എ ടി മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇത് 0 ആവും. സൈൻ ഓഫ് മൈനസ് ബി ടി. സൈൻ ഓഫ് മൈനസ് ബി ടി മൈനസ് സൈൻ ബി ടി ആണ്. സോ ഇവിടെ സിമ്പിൾ പ്ലസ് ആയി, മൈനസും മൈനസും കൂടെ. അപ്പോൾ സൈൻ എ ടി പ്ലസ് സൈൻ ബി ടി ഹോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇനി ഇത് രണ്ടും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴാണ് ഈ ടേം നമുക്ക് വരുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 1/2 പുറത്തുണ്ട്. രണ്ടും കൂടെ എ സൈൻ രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ബി കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ സൈൻ എ ടി എ ഇൻറ്റു സൈൻ എ ടി മൈനസ് എ ഇൻറ്റു സൈൻ ബി ടി. എ സൈൻ എ ടി മൈനസ് എ സൈൻ ബി ടി. അടുത്ത ബി കൊണ്ട് ചെയ്യാം. ബി സൈൻ എ ടി മൈനസ് പ്ലസ് ബി സൈൻ എ ടി മൈനസ് ബി സൈൻ ബി ടി പ്ലസ് ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എ സൈൻ എ ടി പ്ലസ് എ സൈൻ ബി ടി പ്ലസ് എ സൈൻ എ ടി പ്ലസ് ബി സൈൻ ബി ടി. ഇനി അടുത്തത് മൈനസ് ബി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൈനസ് ബി സൈൻ എ ടി മൈനസ് ബി സൈൻ എ ടി മൈനസും പ്ലസും കൂടെ മൈനസ് ബി സൈൻ ബി ടി മൈനസ് ബി സൈൻ ബി ടി. താഴെയുള്ളത് എന്താ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഈ ടേമിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാണ്. എ സൈൻ എ ടിയും ഇവിടെ നോക്കുക എ സൈൻ എ ടി പ്ലസ് എ സൈൻ എ ടി. അതിന് നമുക്ക് 2a സൈൻ എ ടി എന്ന് കിട്ടും. അപ്പോൾ 1/2 ഇൻറ്റു 2a സൈൻ എ ടി. ഇനി അടുത്തത് ഏതൊക്കെയുള്ളത്? മൈനസ് എ സൈൻ ബി ടി ഉണ്ട്, മൈനസ് എ സൈൻ ബി ടി ഇവിടെ പ്ലസ് എ സൈൻ ബി ടി. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ മൈനസ് ബി സൈൻ ബി സൈൻ എ ടിയും മൈനസ് ബി സൈൻ എ ടിയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളത് മൈനസ് ബി സൈൻ ബി ടിയും മൈനസ് ബി സൈൻ ബി ടി. അപ്പോൾ മൈനസ് 2b സൈൻ ബി ടി. 1/2 ഇൻറ്റു 2a സൈൻ എ ടി മൈനസ് 2b സൈൻ ബി ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. രണ്ട് ടേമിലും 2 കോമൺ ആണ്. 2 പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? ഈ 1 2ഉം ഈ കോമൺ എടുത്ത് 2ഉം കൂടെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ മുകളിലുള്ളത് എ സൈൻ എ ടി മൈനസ് ബി സൈൻ ബി ടി, താഴെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻവേഴ്സിൽ കൺവല്യൂഷനിൽ യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് വരുന്നത്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വോൾട്ടറ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൂടി ഉണ്ട് ഇതിൽ. അതിനുശേഷം പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്.